ഹായ് സുഹൃത്തുക്കളെ, പ്രോഫിറ്റ് ട്രേഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഫിറ്റ് ട്രേഡറിനകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നൊക്കെ നാം നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഓൾറെഡി ഒരു ബൈ എൻട്രി വന്നിട്ടുണ്ട്. ബൈ എൻട്രി വന്നിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ടാർഗറ്റാണ് നമുക്ക് ഹിറ്റ് ആയിരിക്കുന്നത്. 3 ടാർഗറ്റ് ഹിറ്റ് ആയതിനു ശേഷം മാർക്കറ്റിന്റെ റിവേഴ്സ് വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ലൈവ് മാർക്കറ്റ് ആണ്. ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് റിവേഴ്സ് വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ട്രേഡിംഗ് അസറ്റ് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിന് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിന് മുകളിലാണ് നമ്മുടെ ട്രേഡിംഗ് അസറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹിറ്റായത് നമുക്ക് ഏകദേശം നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റിന് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ അവസാന ലോട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു 3-4 ലോട്ടൊക്കെ നമ്മൾ എടുക്കുക. ഒരു 4 ലോട്ടൊക്കെ മിനിമം എടുക്കുക. അതിലൊരു 5 ലോട്ട്, 5 മൈക്രോ ലോട്ടൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്തിട്ട് 2 എണ്ണം ഫസ്റ്റ് ടാർഗറ്റിൽ, സെക്കൻഡ് ഒരെണ്ണം നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൽ എടുക്കുക, അടുത്ത ഒരെണ്ണം നമ്മൾ തേർഡ് ടാർഗറ്റിൽ എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒരെണ്ണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ തേർഡ് ടാർഗറ്റും കഴിഞ്ഞ് വലിയ പ്രോഫിറ്റിലേക്കൊക്കെ ഇത് പോകാറുണ്ട്. ഹ്യൂജ് പ്രോഫിറ്റിലേക്കൊക്കെ നമുക്ക് ഗോൾഡൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ പോയിന്റ്സ് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ട്രേഡുകൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രേഡുകളൊക്കെ നോക്കിയപ്പോൾ രാവിലെയൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്ര നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ആയിരിക്കത്തില്ല. ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിയുന്ന ഗോൾഡൊക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് ഒക്കെ പറഞ്ഞു. ഉച്ചയ്ക്കല്ല, എപ്പോഴും നമ്മൾ വൈകുന്നേരം ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈവനിങ് മാർക്കറ്റ് തന്നെയാണ് എപ്പോഴും നമുക്ക് ട്രേഡ് ചെയ്യാൻ നല്ലത്. ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു 12:30 1 മണിയായപ്പോൾ നമുക്കൊരു ബൈ എൻട്രി വന്നിരുന്നു. അത് നമുക്കൊരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു സെൽ എൻട്രി വന്നിരുന്നു. ഇതാണ് സെൽ എൻട്രി. ഏകദേശം 1:30 ആയപ്പോൾ വന്നുള്ള ട്രേഡാണ്. അത് കണ്ടില്ല, അത് നമുക്ക് 3 ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു ബൈ എൻട്രി ആണ് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 3 ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് ഇതെല്ലാം ഇപ്പോൾ ട്രെൻഡ് സ്കാനർ ക്ലീൻ ബുള്ളിഷ് ആണ്. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം നമുക്കിവിടെ കറൻസി ട്രെൻഡുകൾ അറിയാം. കറൻസിയുടെ എത്രത്തോളം സ്ട്രെങ്ത് ആണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കിവിടെ ഒരു ട്രെൻഡ് ബാർ റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രെൻഡ് ബാർ റെഡ് കളറിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കണ്ടിട്ട് ഇപ്പോൾ ബൈ എൻട്രി വന്നിട്ടുണ്ട്. ഇപ്പോൾ P&L ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ 4.76 എന്നായി പ്രോഫിറ്റ്. ഇത് ഈ ഒരു പ്രോഫിറ്റ് ഇപ്പം മാർക്കറ്റ് താഴേക്ക് വരികയില്ല. അപ്പം നേരത്തെ ഈ ഒരു ലെവലിലേക്ക് നമുക്കൊരു 8.9 പോയിന്റോളം നമുക്കിവിടെ പ്രോഫിറ്റ് വന്ന ഒരു ട്രേഡാണ്. ഓൾറെഡി നമുക്ക് 3 ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോഫിറ്റ് ട്രേഡ് FX എന്നുള്ളത് ഫോറക്സിന് വേണ്ടിയുള്ളതാണ്. നമ്മളിത് ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു വെർഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതോ സ്റ്റോക്കിലൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്കിത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കറൻസികളുടെ സ്ട്രെങ്ത് അറിയാം. നമുക്ക് ഫോറക്സിനകത്ത് ഇപ്പോൾ USDയുടെ സ്ട്രെങ്ത് എത്രത്തോളം, യൂറോസ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം ഞാൻ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോ. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് ചെയ്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയറിന് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.